ആക്ച്വലി ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും അഡ്രസ്സ് ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള ഒരു രേഖയല്ല. ബഡ്ജറ്റ് ഈസ് എ ആനുവൽ എക്സസൈസ് ഓഫ് എക്സ്പെൻഡിച്ചർ ആൻഡ് ഇൻകം. പക്ഷേ നമ്മളെ മാതിരിയുള്ള രാജ്യങ്ങളിൽ ആ എക്സ്പെൻഡിച്ചർ ഇൻകം റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, മൂലധന ചെലവ് കൂടി കണക്കിലെടുത്തുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് എത്രമാത്രം ബഡ്ജറ്ററി വിഭവങ്ങൾ നീക്കിവെക്കാൻ സാധിക്കുന്നു. അപ്പോൾ അത് വികസനമായിട്ട് ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തത് ടാക്സേഷൻ. ഇന്നുള്ള ടാക്സേഷൻ സ്ട്രക്ചറിന് വല്ല മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ? അത് ഈ പറഞ്ഞ ഇനിക്വാലിറ്റിയെ, അസന്തുലിതാവസ്ഥയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന വിധത്തിൽ ആ ടാക്സേഷൻ ഘടന മാറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന ചോദ്യം. പക്ഷേ ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യം വന്നുപെട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം എന്ന് വെച്ചാൽ, ഈ നവ ഉദാരവൽക്കരണം ഇപ്പോൾ ഒരു സ്ഥാപിതമായതോടുകൂടി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് നിയോ ലിബറൽ ഇക്കണോമിക് റെജീം എന്ന് പറയാം, പലതും വിപണിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ് അവർ പറയുന്നത് മിനിമം ഗവൺമെൻറ് മാക്സിമം ഗവേണൻസ് എന്ന് വളരെ പൊള്ളയായിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ്. കാരണം അങ്ങനെ മിനിമം ഗവൺമെൻറ് എന്ന് തോന്നുന്നില്ല, പക്ഷെ വേണ്ട കാര്യങ്ങളിൽ അധികം ഗവൺമെൻറ് ഇടപെടുന്നില്ല എന്നുള്ളതാണ്. പ്ലാനിങ് ഇല്ല. അപ്പം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു ഉദ്ദേശം, ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് എന്തൊക്കെ ചെയ്യണം, വളർച്ചയായാലും വിദ്യാഭ്യാസമായാലും ആരോഗ്യരംഗത്ത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, പിന്നെ റീജിയണൽ ഡെവലപ്മെൻറ്റ് സ്റ്റേറ്റുകൾ തമ്മിലുള്ളത്, അങ്ങനെ പല കാര്യങ്ങളും പ്ലാനിങ് എക്സസൈസിൽ വരുമായിരുന്നു. എത്ര തന്നെ അത് പ്രാവർത്തികമാക്കാൻ പ്രയാസങ്ങൾ നേരിട്ടുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് യു ആർ വർക്കിംഗ് ഓൺ ദ ബേസിസ് ഓഫ് എ ബ്ലൂ പ്രിൻറ്റ്. അങ്ങനെ ഒരു ബ്ലൂ പ്രിൻ്റ് ഇപ്പില്ല. അപ്പപ്പോൾ തോന്നുന്നതാണ് പോളിസി. ഇന്ത്യ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള പൊതുവിലുള്ള ഒരു സാമ്പത്തിക ഇതെന്ന് പറഞ്ഞാൽ, മൻമോഹൻ സിംഗിൻ്റെ കാലത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കാലത്തിനുള്ളിൽ നടന്നിട്ടുള്ള ഒരു വളർച്ചാ നിരക്ക് കൈവരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. സ്റ്റാറ്റിസ്റ്റിക്സിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി നോക്കി, അതിനെ ഒന്ന് കൂട്ടാനൊക്കെ നോക്കി, പക്ഷെ അതും നടന്നില്ല. സോ ദ ആവറേജ് പെർഫോമൻസ് ഓഫ് ദ ലാസ്റ്റ് 10 years ഓഫ് ദ മോദി ഗവൺമെൻറ് ഇൻ ടേംസ് ഓഫ് ഗ്രോത്ത്, വളർച്ചാ നിരക്ക് നോക്കിയാൽ ഇറ്റ് ഈസ് സ്റ്റിൽ ബിലോ ദി ആവറേജ് ഗ്രോത്ത് റേറ്റ് ഓഫ് മൻമോഹൻ സിംഗ്സ് 10 years. പക്ഷേ UPA ഒന്നാം പാദത്തിൽ അത് 2ൽ തുടരുകയും ചെയ്തു. അന്നത്തെ സാഹചര്യത്തിൽ എല്ലാ പാർട്ടികളും, മിക്ക പാർട്ടികളും അവരുടെ കൂടെ നിന്നതുകൊണ്ട്, ഇടതുപക്ഷവും ഇന്ത്യൻ സോഷ്യലിസ്റ്റുകളുടെ ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റുകളുടെ ഇടതുപക്ഷവും കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഈ ഷൈനിങ് ഇന്ത്യ അല്ല ഇന്ന് ഉള്ളത്, സഫറിങ് ഇന്ത്യ എന്നൊരു ഇന്ത്യയുണ്ട് എന്നുള്ളൊരു ക്യാമ്പയിനിൽ ആം ആദ്മി എന്ന് പറഞ്ഞിട്ടാണല്ലോ വന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും ചെയ്യാൻ പറ്റി. അതിലൊന്നാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. വളരെ വൈകിയാണെങ്കിലും 14 വയസ്സ് വരെ കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കാൻ ഭരണകൂടത്തിന് ബാധ്യതയുണ്ട് എന്നുള്ള ഒരു ഇത്. റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു ബേസിക് ഹെൽത്ത് കെയർ സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം അത് ഇതായി. റൈറ്റ് ടു എംപ്ലോയ്മെൻറ്റിൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം കൊണ്ടുവന്നു. അത് 100 ദിവസമാക്കി പരിമിതപ്പെടുത്തിയെങ്കിലും അതുകൂടെ കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് അതിൻ്റെ പ്രായോഗിക വശം. 50 ദിവസമാണ് ആവറേജ് കൊടുക്കാൻ സാധിച്ചത്. അതിനെ ഇപ്പോൾ ഇല്ലാണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് ഗ്രോത്ത് വിത്ത് സം ഇക്വിറ്റി, ഒരു ഫുൾ ഇക്വിറ്റി എന്ന് ഞാൻ പറയില്ല, കാരണം നമ്മുടെ എംഫസിസ് എന്നെപ്പോലെ ഈ സാമ്പത്തിക വ്യവസ്ഥയെ അല്ലെങ്കിൽ വികസനത്തിനെ വിലയിരുത്തുന്നത് അമർത്യ സെന്നിൻ്റെ ഭാഷയിൽ പറഞ്ഞ വളർച്ചയെ മാത്രം കണ്ടുകൊണ്ടല്ല, എത്രത്തോളം മാനുഷിക വികസനം കൂടെ നടക്കുന്നു. അതാണല്ലോ ആത്യന്തികമായിട്ട് ജനങ്ങൾക്ക് ക്ഷേമവും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും എല്ലാം നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടുള്ള ഒരു സമ്മിശ്രം, അതാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. പക്ഷെ അത് മുഴുവനായിട്ടില്ലെങ്കിലും കുറേയൊക്കെ ചെയ്യാൻ അന്ന് സാധിച്ചു. അത് ബേസിക് എഡ്യൂക്കേഷൻ ആയാലും ഹയർ എഡ്യൂക്കേഷൻ ആയാലും 15 പുതിയ കേന്ദ്ര സർവകലാശാലകൾ ഉണ്ടാക്കി, കൂടുതൽ IIM IITകൾ വന്നു, കൂടുതൽ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, കൂടുതൽ കോളേജുകൾ ഒക്കെ വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ്. പക്ഷേ അതേ സമയത്ത് സാമ്പത്തിക രംഗത്ത് കൂടുതൽ പരിഷ്കാരങ്ങൾ വൻകിട ബിസിനസ് സ്ഥാപനങ്ങൾക്കാണ് അതിൻ്റെ നേട്ടം കിട്ടിയത്. അതിനെ ഞാൻ പറയുന്നത് ബെറ്റിംഗ് ഓൺ ദ സ്ട്രോങ് എന്നുള്ളതാണ്.
അതിൽ സഫർ ചെയ്തത്, കൂടുതൽ വിഷമിച്ചത് ഈ ചെറുകിട സ്ഥാപനങ്ങളാണ്. വ്യവസായ സ്ഥാപനങ്ങളായാലും സർവീസ് മേഖലയിലുള്ള സ്ഥാപനങ്ങളായാലും. വ്യവസായ മേഖലയിൽ അവരുടെ റിസർവേഷനൊക്കെ എടുത്തു കളഞ്ഞു. നേരത്തെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ അത് ചെറുകിട മേഖലയിൽ മാത്രമായിട്ട് ഉൽപ്പാദിപ്പിക്കാവൂ എന്ന് വളരെ മുമ്പ് തന്നെ, 2ാം പ്ലാനിൽ തന്നെ കൊണ്ടുവന്നിട്ടുള്ളൊരിതാണ്. അതെല്ലാം കുറേശ്ശെ എടുത്തു കളഞ്ഞു. ഇപ്പം അത് പൂർണ്ണമായി. NDA വന്നതോടുകൂടി അത് എല്ലാം എടുത്തു കളഞ്ഞു. അപ്പോൾ തീപ്പെട്ടി ഉണ്ടാക്കണമെങ്കിലും പണ്ട് ചെറുകിട കമ്പനികൾക്കുണ്ടായിരുന്ന ആ ഒരു ഇത് ഇപ്പം മൾട്ടിനാഷണൽ കമ്പനിക്കും തീപ്പെട്ടി ഉണ്ടാക്കാം, നിങ്ങൾക്ക് അതുമായിട്ട് കോമ്പീറ്റ് ചെയ്യണം, അങ്ങനെയുള്ള ഇത് വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇനിക്വാലിറ്റിയുടെ ഒരു മൂല സ്വഭാവം എന്ന് പറയുന്നത്, ദ പോളിസീസ് വർ സച്ച് ദാറ്റ് ഫേവേർഡ് ദ ബിഗ് കമ്പനീസ്. NDA ഗവൺമെൻറ് വന്നതോടുകൂടി കൂടുതൽ വേഗത്തിലാക്കി മാത്രമല്ല, അവർക്ക് ഇഷ്ടമുള്ള, മൻമോഹൻ സിംഗ് തന്നെ ഒരിക്കൽ പ്രസംഗിച്ചിട്ടുണ്ട്, ക്രോണി ക്യാപിറ്റലിസം ഇന്ത്യയിൽ വരുന്നതിനെ നമ്മൾ വളരെയധികം സൂക്ഷിച്ചു വേണം വീക്ഷിക്കാന്നുള്ളത്. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ കുറേയൊക്കെ അങ്ങനെ വന്നിരുന്നു. അത് വളരെയധികം മുന്നോട്ട് പോയി. ഇപ്പോൾ അഡാണി, അംബാനി, ടാറ്റ, ഈ 3 ഗ്രൂപ്പുകളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പുകൾ. അതിൻ്റെ താഴെ തന്നെ കുറേ വേറെ ബിസിനസ് ഗ്രൂപ്പുകളുമുണ്ട്. ഇന്ത്യയിൽ ഈ ഇത്രയും വളരെ കുറച്ച് $3000 താഴെയുള്ള പ്രതിശീർഷ വരുമാനമാണ്. ഇത്രയും താഴെ പ്രതിശീർഷ വരുമാനമുള്ള ഒരു രാജ്യത്തും ലോകത്ത് ബില്യനെയേഴ്സ് ഉണ്ടായിട്ടില്ല. ഇപ്പം ചൈനയിലൊക്കെ ബില്യനെയർ ഉണ്ടാകുന്നത് അവർ $6000-8000 പ്രതിശീർഷ വരുമാനമാവുമ്പോഴാണ് അവിടെ ബില്യനെയർമാർ വരുന്നത്. ഇവിടെ ഇപ്പം തന്നെ 200-300-ലധികം ബില്യനെയർമാരുണ്ട്. ഡോളർ ബില്യനെയറാണ് പറയുന്നത്, ശതകോടീശ്വരന്മാരെന്നുള്ളത്. അപ്പോൾ ഇനിക്വാലിറ്റിയുടെ ആ ഒരു തീവ്രത നമുക്ക് അതുകൊണ്ട് തന്നെ ഊഹിക്കാൻ പറ്റും. സോ വൺ ഈസ് അറ്റ് ദി അൺഇമാജിനബിളി ഹൈ ലെവൽ, ദ അതർ ഈസ് അറ്റ് ദി ബേസ് ലെവൽ എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ഷാർപ്പ് ഇനിക്വാലിറ്റിയുടെ കാലഘട്ടത്തിലാണ് ഈ ഉദാഹരണ പരിഷ്കാരങ്ങൾ കൊണ്ടെത്തിച്ചത്. പക്ഷേ മൊത്തത്തിൽ പറഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ബിസിനസ് ഗ്രൂപ്പുകൾ ഒഴിച്ചാൽ എന്ന് പറഞ്ഞാൽ ധനികർ, റിച്ച് സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി, പിന്നെ മെർച്ചൻസ് ആൻഡ് ട്രേഡേഴ്സ്. കാരണം ഈ കച്ചവട മേഖലയിൽ ഒരുപാട് ട്രാൻസാക്ഷൻസിന് അത് പ്രത്യേകിച്ച് NDAക്ക് അവർക്ക് മെർക്കൻറ്റൈൽ ക്ലാസ്സാണ് അവരുടെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി. പിന്നെ ഉള്ളത് മിഡിൽ ക്ലാസ്സാണ്, നമ്മളെമാരുള്ളവരും അല്ലാത്തവരും, ജീവനക്കാര്, വൈറ്റ് കോളർ, ഉയർന്ന തലത്തിലുള്ള ബ്ലൂ കോളർ, ടെക്നിക്കൽ, ഇതൊക്കെ ആയിട്ടുള്ള. ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ലേബറിങ് പുവർ എന്ന് പറഞ്ഞ ദരിദ്രനാരായണന്മാർ. അവർക്ക് ജോലിയുണ്ടെങ്കിലും വേണ്ട വിധത്തിൽ കൂലിയില്ല, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ. അവരെയാണ് പുവർ പ്രോളറ്റേറിയറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ജീവിത നിലവാരത്തിൽ അബ്സല്യൂട്ടായിട്ട് പറഞ്ഞാൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു ഡെമോക്രസി ആയതുകൊണ്ട് അവരുടെ വോട്ട് വേണം. അപ്പോൾ ആ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പമാർഗം ഡെമോക്രസിയിൽ ക്ഷേമത്തിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. സ്ട്രക്ചറൽ റിഫോം അല്ല. സ്ട്രക്ചറൽ റിഫോം എന്ന് പറയുന്നത് ലാൻഡ് റിഫോം ആവാം, എഡ്യൂക്കേഷണൽ റിഫോം ആകാം, മറ്റു തരത്തിലുള്ള പല റാഡിക്കൽ റിഫോംസ് ആവാം, എംപ്ലോയ്മെൻറ്റ് ക്രിയേഷൻ ആവാം. അതൊന്നുമില്ല. അതെല്ലാം സ്വാഭാവിക പരിവർത്തനത്തിന് വിധേയമായിട്ട് നടക്കുന്നു. ഈ UPA റൈറ്റ് ടു ഫുഡ് കൊണ്ടുവന്നല്ലോ, ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്ന് പറഞ്ഞിട്ട്. അത് നല്ലൊരു കാൽവയ്പ്പാണ്. പക്ഷേ അതൊരു 2ാം തരം പരിഹാരമാണ്. കാരണം അവിടെ ലാൻഡ് ഡിസ്ട്രിബ്യൂഷനൊന്നുമില്ല. ഊണ് കഴിക്കാനായിട്ട് കുറച്ച് സബ്സിഡി തരും എന്നുള്ളത്. പക്ഷേ കുറേയെങ്കിലും ദരിദ്ര വിഭാഗങ്ങളെ ശമിപ്പിക്കാനായിട്ട് സാധിച്ചു. അത് NDA ഗവൺമെൻറ് ഇതേവരെ തൊട്ടിട്ടില്ല. കോവിഡ് കാലത്ത് അത് കുറച്ച് ഫ്രീ ആയിട്ടും കൊടുത്തു. അപ്പോൾ അവർക്കും മനസ്സിലായി ഇപ്പോൾ ഈ ഒരു വലിയൊരു വോട്ട് ബാങ്കിനെ നിലനിർത്തണമെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികൾ വേണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുതരം വെൽഫെയറിസം ആണ് ഈ രാജ്യത്തെ പിടിച്ചു നിർത്തുന്നത്. അതാണ് ചുരുക്കത്തിൽ ഇപ്പോൾ ഇന്നും നമ്മൾ അതിൽ ബഡ്ജറ്റിൽ എപ്പോഴും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ റെസ്ട്രിക്ഷൻസൊക്കെ കുറയ്ക്കുക. ലേബർ കോഡ് കൊണ്ടുവന്നിട്ട് സമയപരിധി എടുത്തു കളയുക. നിർബന്ധമായിട്ടുള്ള 20 ആളുകൾ വരെയുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിന് ബോണസ് കൊടുക്കണമെന്നില്ല, മറ്റ് സോഷ്യൽ സെക്യൂരിറ്റി വേണമെന്നില്ല. അങ്ങനെയുള്ള കുറേ സോഷ്യൽ സെക്യൂരിറ്റി കൊടുക്കുന്നു എന്ന പേരും പറഞ്ഞ് ഒരുപാട് എക്സംഷൻസ് കൊണ്ടുവരിക. അങ്ങനെ ലേബർ കോഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം പഴയ തരത്തിലുള്ള ഒരു എങ്ങനെ വേണമെങ്കിലും മുതലാളിമാർക്ക് തൊഴിലാളികളെ വിനിയോഗിക്കാനുള്ള
ഒരു അവസരം ഉണ്ടാക്കി, ഗോയിങ് ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഇന്നത്തെ ഒരു സ്ഥിതിവിശേഷം. അപ്പോൾ ബഡ്ജറ്റ് ഇറ്റ് സെൽഫ് റിഫ്ലക്ട്സ് ദി ബയസസ് ഓഫ് ദി ഗവൺമെൻറ് ആൻഡ് ഇറ്റ്സ് ഐഡിയോളജി. പക്ഷേ ജനങ്ങളെ പിടിച്ചു നിർത്താനായിട്ട് ഒരു കമ്മ്യൂണൽ അജണ്ട കൊടുക്കുന്നു. അതിൻ്റെ പേരിൽ അവർ ബഹളം വയ്ക്കുന്നു, കൂട്ടത്തല്ലുണ്ടാക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, വികാരം കൊള്ളുന്നു. അതിൻ്റെ ഇടയ്ക്ക് ബിസിനസ്സുകാർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, ആ സാമ്പത്തികമായിട്ടുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു. സോ അങ്ങനെ ഒരു 2 ട്രാക്ക്. നേരത്തെ ഇങ്ങനൊരു പോളിസി UPAക്ക് അഭികാമ്യമായിരുന്നില്ല. അവർക്ക് കമ്മ്യൂണൽ അജണ്ട ഇല്ലായിരുന്നല്ലോ. അതാണല്ലോ ഇവർ തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. എക്കണോമിക് പോളിസിയിലല്ല അവരുടെ വ്യത്യാസം, സോഷ്യൽ പോളിസിയിലാണ് അവരുടെ വ്യത്യാസം. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതും ഈ പറഞ്ഞ മാതിരി പ്രത്യേകിച്ചും പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ, യൂറോപ്പിലും അമേരിക്കയിലും ഒരു തീവ്രമായിട്ടുള്ള ഒരു നമ്മുടെ കമ്മ്യൂണൽ അജണ്ടയുടെ ഒരു വേറൊരു പതിപ്പ്, ആൻറ്റി മൈഗ്രേഷൻ, ആൻറ്റി നോൺ വൈറ്റ് പോപ്പുലേഷൻ, പിന്നെ ഗോയിങ് ബാക്ക് ടു ഏർലിയർ റൈറ്റ് വിങ് പോളിസീസ്, ആൻറ്റി സെമറ്റിസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആഗോള പശ്ചാത്തലവും കൂടി അതിന് സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട് എന്ന് മാത്രമേ പറയാം. ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഈ ഇന്ത്യ-US വ്യാപാര കരാർ. അതെ, എന്ന് പറയപ്പെടുന്ന വ്യാപാര കരാർ നമുക്കറിയില്ല എന്താണെന്നില്ല. അതായത് ഇപ്പോൾ ബഡ്ജറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, ബഡ്ജറ്റിന് പുറത്ത്, പാർലമെന്റിന് പുറത്താണ് ഈ പറഞ്ഞ ലേബർ കോഡായാലും പിന്നെ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്ന നിയമനിർമ്മാണങ്ങളൊക്കെ നടക്കുന്നത്. ഏതാണ്ട് അതേ പ്രോസസ്സിലാണ് ഈ പാർലമെന്റിൽ അറിയിക്കുക പോലും ചെയ്യാതെ മോദി അന്വേഷണം മറുപടി പോലും പറഞ്ഞിട്ടില്ല. ഈ ഒരു സുപ്രഭാതത്തിൽ US പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഇതിൽ പോസ്റ്റ് ചെയ്യുകയാണ് ഇത്രയും പ്രധാന ഒരു പരമാധികാര രാജ്യത്തുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കരാറിനെ കുറിച്ചിട്ട്. അപ്പൊ അത് സ്വീകരിക്കേണ്ടി വരികയാണ് ഇന്ത്യ സർക്കാരിന്. അതിലെന്താണ് അതിന്റെ വ്യവസ്ഥകൾ എന്താണെന്ന് അറിയില്ല. ഇത് ഏത് വിഭാഗം ആൾക്കാരെയാണ്, ഏത് സെക്ടറിനെയാണ് ബാധിക്കുക, ഏത് രീതിയിലാണ് ബാധിക്കുക ഒന്നും അറിയില്ല. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഒരു പാർലമെന്ററി സിസ്റ്റവും ഭരണഘടനാ സംവിധാനവും ഒക്കെയുള്ള ഒരു രാജ്യത്തിന് പരമാധികാരത്തിന് മേലുള്ള ഒരു പ്രശ്നം കൂടിയായിട്ട് ഈ ഇന്ത്യ-US വ്യാപാര കരാറിന്റെ ആ രീതിയിലും കൂടിയും കാണാം. പിന്നെ വ്യാപാരത്തിന്റെ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ പല മേഖലകളിൽ, കാർഷിക മേഖലയിൽ ഇറക്കുമതി, നമ്മുടെ കയറ്റുമതി എങ്ങനെ ബാധിക്കും, അങ്ങനെയുള്ള ആ ഇഷ്യൂസ്. അതിൽ ആദ്യം പറഞ്ഞത് ഈ ലേബർ കോഡും പിന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ നിയമവും ഒക്കെ പാർലമെൻറ്റ് കൂടെ തന്നെയാണ് അവരത് ചെയ്തത്. കാരണം അത് നിയമങ്ങളാണ്, പാർലമെൻറ്റിന് പുറത്ത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ യാതൊരു ഡിസ്കഷനും ഇല്ലാതെ അർദ്ധരാത്രി വരെ ഇരുന്ന് അപ്പം പാസ്സാക്കിയെടുക്കുന്ന ഒരുതരം എന്താ പറയുക സ്റ്റീം റോളിംഗ് ആയിട്ടുള്ള ഒരു വിദ്യയെ കൂടിയിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ വേണ്ടത്ര ഡിസ്കഷൻ പാർലമെൻറ്റിൽ കൊടുക്കാതിരിക്കുക, സമയം കൊടുക്കാതിരിക്കുക, അതൊരു ടാക്റ്റിക്കാണ്. പക്ഷേ ഈ മറ്റു രാജ്യങ്ങളുമായിട്ട് കരാറിൽ ഒപ്പിടുമ്പോൾ പാർലമെൻ്ററി വ്യവസ്ഥയിൽ അതിന് പ്രയർ പാർലമെൻ്ററി അപ്രൂവൽ വേണമെന്ന് നമ്മുടെ ഭരണഘടനയിലില്ല. പക്ഷേ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റു പല അവസരങ്ങളിലും ഇങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള കരാറുകളിൽ ഏർപ്പെടുമ്പോൾ പാർലമെൻറ്റിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കും. ആ വിശദീകരിക്കുന്ന സമയത്ത് പാർലമെൻറ്റ് അംഗങ്ങൾക്കും പ്രതിപക്ഷങ്ങൾക്കും അതിനെപ്പറ്റി ചർച്ച ചെയ്യാം, ഡിസ്കസ് ചെയ്യാം, ചോദ്യം ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഹെൽത്തി ഡെമോക്രാറ്റിക് ട്രഡിഷൻ അതില്ലാതാക്കി എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. പിന്നെ മറുഭാഗത്ത് ഇപ്പം നിൽക്കുന്നത്, ഇപ്പോൾ ആഗോളതലത്തിൽ കാണുന്നത്, അല്ലെങ്കിൽ പടിഞ്ഞാറൻ വ്യവസ്ഥയുടെ നവ ഉദാരീകരണ ആഗോളക്രമം, ദ നിയോ ലിബറൽ ഗ്ലോബലൈസേഷൻ പ്രോജക്റ്റ് ഈസ് എ കൺസ്ട്രക്ട് ഓഫ് ദി പവർഫുൾ അമേരിക്കൻ ആൻഡ് യൂറോപ്യൻ വെസ്റ്റേൺ കോമ്പിനേഷൻ. അതിനെയാണ് ട്രംപ് കാലുകൊണ്ട് തട്ടിക്കളഞ്ഞത്. കാരണം അത് അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്കെതിരായിട്ട് വരുന്നു. അതിലെ നിയമങ്ങളും പഴുതുകളും ഉപയോഗിച്ച് വികസ്വര രാജ്യം, മിഡിൽ പവേഴ്സ് ഉയർന്നു വരുന്നു എന്ന് കണ്ടപ്പോൾ ഈ ഒരു ഗ്ലോബലൈസേഷൻ ഞങ്ങൾ ഉണ്ടാക്കിയതാണെങ്കിലും ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങളുടെ ഇൻഡസ്ട്രീസൊക്കെ ഇവിടുന്ന് പോകുന്നു, ഞങ്ങളുടെ ആൾക്കാർക്ക് വേണ്ടത്ര ഇത് കിട്ടുന്നില്ല, പണ്ടത്തെ മാതിരി പണ്ടെന്നയുടെ പല്ലിന് ശൗര്യം പണ്ടെ പോലെ ബലിക്കുന്നില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷം വന്നു. പക്ഷെ അദ്ദേഹം അതിന് പകരമായി ഓപ്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ പരമാധികാരങ്ങൾ ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിയും
കബളിപ്പിച്ചും ഒക്കെയുള്ള ഒരു തന്ത്രമാണ്. അതുകൊണ്ടാണ് ഓരോ രാജ്യത്തിനും ഓരോ തരത്തിലുള്ള തീരുവ. ഇത് WTO എഗ്രിമെൻറ്റിന് ഘടകവിരുദ്ധമാണ്. ഒരു സെറ്റ് ഓഫ് തീരുവ, ഒരു ബാൻഡ് ഉണ്ടാക്കി അതിൽ ഒരു രാജ്യത്തിന് നിങ്ങൾ അപ്ലൈ ചെയ്താൽ അതേ പ്രിൻസിപ്പിൾ മറ്റു രാജ്യങ്ങൾക്കും അപ്ലൈ ചെയ്യണം. അതിനാണ് മോസ്റ്റ് ഫേവേർഡ് നേഷൻ സ്റ്റേറ്റസ് എന്ന് പറയുന്നത്, MF എന്ന് പറയുന്നത്. MF എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന് മാത്രം കിട്ടുന്നതല്ല. അതിൻ്റെ പേര് മോസ്റ്റ് ഫേവേർഡ് നേഷൻ ആണെങ്കിലും മോസ്റ്റ് ഫേവേർഡ് നേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആ സ്റ്റാറ്റസ് ഒരേ സ്റ്റാൻഡേർഡിലായിരിക്കും എന്നുള്ളത്. അത് പോയി. അമേരിക്കയുമായിട്ടുള്ള നമ്മുടെ വ്യാപാര ബന്ധം വളരെ സിഗ്നിഫിക്കൻ്റ് ആയതുകൊണ്ട് നമ്മുടെ മൊത്തം കയറ്റുമതിയുടെ 18% അമേരിക്കയ്ക്കാണ്. 1/5 അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് വിടാനുള്ള പ്രയാസമുണ്ട്. പിന്നെ അതിനേക്കാൾ ഏറ്റവും പ്രധാനമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കാണുന്നതും ഇവിടുത്തെ മിഡിൽ ക്ലാസ് പ്രത്യേകിച്ചും കാണുന്നതും അവിടെ പോയി അവരുടെ മക്കൾക്കൊക്കെ ജോലി ചെയ്യാൻ H1B വിസ, നല്ല കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പഠിച്ച് ഇവിടെ അത്രയും ആകർഷകമായിട്ടുള്ള ജോലി സാധ്യത ഇല്ലാത്തത് കൊണ്ട് അവിടെ പോയ ഒരേ ജോലിക്ക് തന്നെ അവിടെ ഡോളർ സാലറി കിട്ടുമ്പോൾ അതിൻ്റെ ആകർഷകത്വം. അപ്പോൾ ഓരോ വർഷവും പതിനായിരക്കണക്കിന് ഇന്ത്യൻ ചെറുപ്പക്കാരാണ് H1B വിസയിൽ ജോലി ചെയ്യുന്നത്. അതിനെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി. അതിപ്പോഴേ സംഭവിച്ചു കഴിഞ്ഞു. അദ്ദേഹം അതിനെ നേരത്തെയുള്ള സിസ്റ്റം മാറ്റി ഇനി അവിടുത്തെ കമ്പനികൾ ഇന്ത്യക്കാരുൾപ്പെടെയുള്ളവരെ H1B വിസയിൽ കൊണ്ടുവരണമെങ്കിൽ $1,00,000 അമേരിക്കൻ ഗവൺമെൻറ്റിന് കൊടുക്കണം എന്നുള്ളൊരു നിബന്ധനമാണ്. അപ്പോൾ അവർ വളരെ ചുരുക്കം ആൾക്കാർക്കേ കൊടുക്കുള്ളൂ. അങ്ങനെയുള്ള സാധ്യതകൾ പേടി. പിന്നെ ഇവിടുത്തെ IT, ICT, സോഫ്റ്റ്വെയർ എക്സ്പോർട്ടിൻ്റെ നല്ലൊരു ഭാഗം പോകുന്നത് അമേരിക്കയ്ക്കാണ്. അതിനെപ്പറ്റി കരാറിൽ ഇപ്പോൾ ഒന്നും പറയുന്നില്ല. അപ്പോൾ അതൊരു ഡെമോക്രസി വാളായിട്ട് ഇങ്ങനെ നിൽക്കും. കാരണം അതിൻ്റെ കയറ്റുമതിക്ക് എന്തെങ്കിലും റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നാൽ നമ്മുടെ കച്ചവടം പൂട്ടും. കാരണം നമുക്ക് ഇപ്പോൾ ഉള്ള മെച്ചം എന്ന് പറയുന്നത് ഈ സർവീസ് എക്സ്പോർട്സിലാണ് കൂടുതലായിട്ട്. ആ വീക്ക്നെസ് എല്ലാം കണ്ടിട്ടാണ് നമ്മുടെ കൈ തിരിക്കുന്നത്. അത് ചൈനയോട് പ്രയോഗിക്കാൻ നോക്കിയപ്പോൾ ചൈന ചെറുത്തു. കാരണം ചൈനയ്ക്ക് വിപുലമായിട്ടുള്ള ഒരു വൈവിധ്യവൽകൃതമായിട്ടുള്ളൊരു എക്സ്പോർട്ട് മാർക്കറ്റുണ്ട്. ഒന്ന്. രണ്ടാമത് ചൈനയുടെ പ്രൊഡക്ഷൻ്റെ ആശ്രയിച്ചാണ് പല ക്രിട്ടിക്കലായിട്ടുള്ള ഉൽപ്പാദന മേഖലകളും അമേരിക്കയിൽ പ്രവർത്തിക്കുന്നത്. റെയർ എർത്ത് എന്ന് പറയില്ലേ, അതുമാതിരിയുള്ള കാര്യങ്ങൾ. അതും എക്സ്പോർട്ട് ബാൻ ചെയ്തു അവർ. അത് ബാൻ ചെയ്തപ്പോൾ അവരുടെ കമ്പ്യൂട്ടർ ഇൻഡസ്ട്രിയെ കംപ്ലീറ്റ് അതിന് വലിയൊരു ത്രെട്ടായി. ഇപ്പോൾ കാറിലും ഫ്രിഡ്ജിലും എല്ലാറ്റിലും ഈ ചിപ്പാണല്ലോ ഉള്ളത്, ഫോണിലും. അപ്പോൾ അതിന് വേണ്ട ഗ്രാഫൈറ്റ്, ആ ചിപ്സ് എന്നുള്ളത്. അപ്പോൾ അത് അവർക്ക് നേരെ പ്രയോഗിക്കാൻ പറ്റിയില്ല. ചൈന എന്ന് പറയുന്നത് നമ്മുടെ ഒരു $4 ട്രില്യൺ എക്കോണമി ആണെങ്കിൽ അവരുടെ ഇപ്പോൾ 16 ട്രില്യണോ 17 ട്രില്യണോ 4 ഇരട്ടി വലിപ്പമുള്ള ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ ഒരു മാർക്കറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ലിവറേജ് നമുക്കില്ല. അങ്ങനെ ഒരു പശ്ചാത്തലം. പിന്നെ വേറെന്തൊക്കെയാണ് അദ്ദേഹം ഇന്ത്യ ഗവൺമെൻറ്റിനെതിരായിട്ട് ചെയ്തത് അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് നമുക്കറിയില്ല. അവിടെ നിന്നാണ് ആദ്യമായിട്ടാണ് ഒരു പരമാധികാര രാഷ്ട്രത്തിൻ്റെ പോളിസി വാഷിങ്ടണിലെ പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നത്. അപ്പം നാണക്കേട് എന്ന് പറഞ്ഞാൽ അതൊരു മിതമായ ഭാഷയായിരിക്കും. അതിലും വലിയ ഒരു പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ളതാണ്. അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാനോ അതിൻ്റെ ഡിസ്കസ് ചെയ്യാനുള്ള സാഹചര്യം പോലും ഇപ്പോൾ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിന് വഴങ്ങി. അവരുടെ പല ചരക്കുകൾക്കും ഡ്യൂട്ടി ഇല്ല എന്ന് അവരിപ്പോഴും പറയുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയുന്നു അല്ല, ചിലതിനൊക്കെ എക്സംഷൻ കിട്ടും എന്ന് പറയുന്നു. അപ്പോൾ അവിടെയും ഇതൊരു കരാറല്ല, ഇതൊരു ടെമ്പററി കരാറിൻ്റെ ചട്ടക്കൂടാണ്. എപ്പോൾ വേണമെങ്കിലും മാറാം. അത് എങ്ങനെ മാറാതിരിക്കാം എന്നുള്ളത് പ്രസിഡന്റ് ട്രംപിൻ്റെ മൂഡിനെ ആശ്രയിച്ചിരിക്കും. സോ ഇറ്റ് ഈസ് നോട്ട് യെറ്റ് എ ട്രേഡ് എഗ്രിമെൻറ്റ്. ഇറ്റ് ഈസ് വരാൻ പോകുന്നതിൻ്റെ ഒരു മുഖവുരയാണത്. അത് തന്നെ നമ്മളെ ഭീതിപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന. റഷ്യൻ എണ്ണ വാങ്ങരുത് എന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ അറിയിച്ചു എന്നും അതിൽ പറയുന്നുണ്ട്. അതപ്പോൾ അത് എഗ്രിമെൻറ്റിൻ്റെ ഭാഗമാണ്, എഴുതി ചേർത്തിട്ടില്ലെങ്കിലും അത് ഞങ്ങൾക്ക് തന്ന ഒരു വാഗ്ദാനമാണെന്ന് അവർ അവകാശപ്പെടുകയാണ് ചെയ്യുന്നത്. അതും നമ്മുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന എന്നാണ്. ഒരു വളരെയധികം ആക്വേർഡായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യം എത്തിച്ചേർന്നിട്ടുള്ളതെന്നാണ് പറയണത്. പക്ഷേ എല്ലാ തോൽവിയെയും ജയമാണെന്നാക്കി തീർക്കാനുള്ള ഒരു പ്രൊപ്പഗാൻഡ മെഷീനറി
നമുക്കിവിടെ ഈ രാജ്യത്ത് ഇന്നത്തെ ഒരു സ്ഥിതിയിൽ ഇന്ത്യ ഗവൺമെൻറ് ഉള്ളതുകൊണ്ട് ഇതൊരു വലിയ വിക്ടറിയാണെന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന ആഘോഷിക്കുന്ന ചാനലുകളും മാധ്യമങ്ങളും ഇവിടെ ഉള്ളത് അതും ഒരു പരമാർത്ഥമാണ് എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ഏതെങ്കിലും ഘട്ടത്തില് ഇന്ത്യയുടെ ചരിത്രത്തില് ഇത്തരത്തില് ഇതിന് പുറത്ത് അതായത് ഒരുമിച്ചുള്ളൊരു നെഗോഷിയേഷനോ അല്ലെങ്കിൽ അത്തരം സംഗതികളോ ഒന്നും അല്ലാതെ ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതി ഏതെങ്കിലും കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതേവരെ ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങനെ ഒരു ലോകക്രമം ശരിക്കും ഉണ്ടായിട്ടില്ല. പിന്നെ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഈ തോൽവി ഉണ്ടായിട്ടുള്ള ജർമ്മനിക്കും ജപ്പാനും ഒക്കെ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ കർശനമായിട്ടുള്ള അവരുടെ നിയന്ത്രണത്തിലാണ് അവരുടെ പല പോളിസികളും രൂപപ്പെടുത്തിയിരുന്നത്. പക്ഷെ അത് വേറൊരു തലത്തിലുള്ള ഒരു ബന്ധമായിട്ട് അവരതിനെ വ്യാഖ്യാനിച്ചു. ഒരു സബോർഡിനേറ്റ് സ്റ്റാറ്റസാണ് അവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ ഒരുപാട് ഈ രാജ്യങ്ങൾക്ക് സഹായകമാകുന്ന ഒരുപാട് കൺസെഷനും അമേരിക്ക കൊടുത്തു. അമേരിക്കയുടെ മാർക്കറ്റിനെ തന്നെ അവർ തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്, ജപ്പാനും കൊറിയയ്ക്കും ജർമ്മനിക്കും ഒക്കെ. അതിനു പുറമെ അവർക്ക് ടെക്നോളജി കൊണ്ടുവരാനുള്ള സഹായം, അതിനു പുറമെ മറ്റു സഹായങ്ങൾ, വിദ്യാഭ്യാസം, എക്സ്ചേഞ്ച് ഓഫ് റിസർച്ചേഴ്സ് എല്ലാം. അപ്പോൾ അത് ഒരു കീഴ്പ്പെട്ടവൻ്റെയും വിജയിയുടെയും തമ്മിലുള്ള ഒരു ഇത്. പക്ഷെ അതിലൊരു ദാറ്റ് ദേ ബെനിഫിറ്റഡ്. അവരുടെ പരമാധികാരം ഇന്നും അവർക്ക് ഒരു 100% പരമാധികാരമില്ല. അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ അമേരിക്കയുടെ താല്പര്യത്തിന് അനുസരിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ജർമ്മനിയുടെ മിലിറ്ററിയെ ജർമ്മൻ ആർമി എന്നല്ല പറയുക, സെൽഫ് ഡിഫെൻസ് ഫോഴ്സ്. ജപ്പാനിലെ ആർമിയെ പറയുന്നതും സെൽഫ് ഡിഫെൻസ് ഫോഴ്സ്. അപ്പോൾ അവരുടെ ഒരു മിലിറ്ററിയുടെ ജസ്റ്റിഫിക്കേഷൻ പറഞ്ഞാൽ ആരെങ്കിലും നിങ്ങളെ ആക്രമിച്ചാൽ അത് തടുക്കാനുള്ള സേന, അങ്ങോട്ട് ആക്രമിക്കാനല്ല. പക്ഷെ അതിൻ്റെ ലോജിക്കൊക്കെ ഇപ്പോൾ മാറ്റി വരുന്നുണ്ട് യുക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ. പക്ഷെ ഇതായിരുന്നു അവരുടെ സന്ധി രണ്ടാം ലോക മഹായുദ്ധത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള വിധേയത്വമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊരു അങ്ങനെയുള്ളതല്ലോ, തോന്നുമ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന. ആദ്യം പറഞ്ഞു 25%, പിന്നെ അല്ല എണ്ണയുമായിട്ട് കൂട്ടിക്കെട്ടി 50 ചൈനയ്ക്ക് 150, പിന്നെ പറഞ്ഞു 500 300. സോ ഇറ്റ് ഹാസ് നോ റൈം ഓർ ലോജിക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ക്രമമല്ല. അതിൽ ഇന്ത്യ സ്വല്പം പകച്ചുപോയി. നേരെ മറിച്ച് അവരുടെ അയൽ രാജ്യമായിട്ടുള്ള കാനഡ വളരെ അന്തസ്സോടെ അതിനെ തിരിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. അവർ വളരെ വേഗം തന്നെ 6 മാസത്തിനുള്ളിൽ തന്നെ പല രാജ്യങ്ങളുമായിട്ട് ഇൻഡിപെൻഡൻറ്റ് കരാറുകൾ ഉണ്ടാക്കി. അവരുടെ ആഭ്യന്തരമായിട്ടുള്ള ഉൽപ്പാദനം കൂട്ടി, അവിടുത്തെ കൺസംഷൻ കൂട്ടി. യൂറോപ്പുമായിട്ടുള്ള അവരുടെ നേരത്തെ തന്നെ ബന്ധം ഉണ്ടായിരുന്നത് കൂടുതൽ അവർ ഉറപ്പിച്ചു. അപ്പോൾ അമേരിക്കയുടെ സഹായമില്ലാതെയും ഞങ്ങൾക്ക് നിൽക്കാൻ സാധിക്കും എന്നവർ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ 8000 മൈൽ ദൂരമുള്ള 8000 മൈൽ എന്ന് പറഞ്ഞാൽ 10,000-15,000-ലധികം കിലോമീറ്റർ ദൂരം ബോർഡറുള്ള 2 അയൽ രാജ്യങ്ങളാണ്. അങ്ങോട്ട് മാത്രമല്ല, കാനഡയെ ആശ്രയിച്ച് ഒരുപാട് ഇൻഡസ്ട്രീസ് ബോർഡറിലുണ്ട്. പിന്നെ ഈ സാമീപ്യം ഉള്ളത് കൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റിയൊക്കെ കിട്ടുന്നത് കാനഡയിൽ നിന്ന് അമേരിക്കയ്ക്ക് ഈ അവരുടെ ബോർഡറിനടുത്തുള്ള സ്റ്റേറ്റുകളിൽ. അതൊന്നും കിട്ടാതായപ്പോൾ ഇവിടെയും അത് ബുദ്ധിമുട്ടായി, വില കൂടി, ഇൻഫ്ലേഷനായി. സോ അവർ വീക്കാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഞങ്ങളുടെ ഡിപ്പെൻഡൻറ്റ് സ്റ്റേറ്റാണ്, 51st സ്റ്റേറ്റാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചപ്പോഴും യാഥാർത്ഥ്യം അതല്ല എന്ന് ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ അവർക്ക് സാധിച്ചു. ഇതേവരെ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് മാത്രം നിന്നിരുന്ന യൂറോപ്പ് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ആദ്യമായി അമേരിക്കയെ പ്രതിരോധിക്കാനുള്ള സാമ്പത്തിക ആയുധങ്ങൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ അവർക്ക് കൈപൊള്ളിയത് ഗ്രീൻലാൻഡിൻ്റെ ഇഷ്യൂവിലാണ്. ഗാസയിലെ കൂട്ടക്കൊല നടത്തിയപ്പോഴൊന്നും അവർക്ക് അത്ര വലിയ വേദന ഉണ്ടായില്ല. മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയി ബോംബിട്ടു, അല്ലെങ്കിൽ ഇറാനിൽ ബോംബിട്ടപ്പോഴും അവർക്ക് വലിയ പ്രശ്നമായില്ല. വെനസ്വേലൻ പ്രസിഡന്റിനെ കൊണ്ടുപോയപ്പോഴും അവർക്ക് വലിയ പ്രശ്നം. പക്ഷേ സ്വന്തം വീട്ടിൽ കയറി ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള ഇത് വന്നപ്പോൾ ഇപ്പോൾ അവരൊരുമിച്ച് കൂടി. അതുകൊണ്ടാണ് ഇന്ത്യയുമായിട്ടുള്ള കരാറ് അംഗീകരിക്കാൻ അല്ലെങ്കിൽ ഇത്ര ഫൈനലൈസ് ചെയ്യാനുള്ള ഒരേ ഒരു കാരണം. അല്ലെങ്കിൽ യൂറോപ്യൻ ആൾക്കാർ നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല. ദേ ആർ വെരി ഗുഡ് അറ്റ് പുഷിങ് ദെയർ അജണ്ട. പല പേരും പറഞ്ഞ്, എൻവയറമെൻറ്റിൻ്റെ പേര്, ലേബർ സ്റ്റാൻഡേർഡ്, ഹ്യൂമൻ റൈറ്റ്സ്, അതൊക്കെ പറഞ്ഞുകൊണ്ട് ട്രേഡിൽ അതൊക്കെ കൊണ്ടുവരും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ ഇത് വേഗം വന്ന് കൈ കൊടുത്ത്
ഒപ്പിട്ടു. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഇപ്പൊ അമേരിക്കൻ എക്കോണമി ഫേസ് ചെയ്യുന്ന അതിന്റെ ആന്തരിക പ്രതിസന്ധി ഉണ്ട്. ഈ പറഞ്ഞ പോലെ യൂറോപ്യൻ യൂണിയൻ ഒരു വശത്തുണ്ട്, ചൈനീസ് എക്കോണമിയുടെ വളർച്ച ഒരു വശത്തുണ്ട്. അപ്പൊ അത് ആ ഒരു പ്രഷർ ഈ ഇത്തരം തീരുമാനങ്ങൾ, ട്രംപിന്റെ ഇത്തരം ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള തീരുമാനങ്ങൾ ഇത് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ സമീപകാലത്ത് അമേരിക്കയിൽ പിരിച്ചുവിടലുകൾ നടന്നല്ലോ തൊഴിൽ മേഖലയിൽ. നമ്മുടെ ശശി തരൂരിന്റെ മകൻ ജോലി പോയപ്പോഴാണ് ഇവിടെ ഭയങ്കര വാർത്തയായിട്ട് വന്നത്. അതിനു മുമ്പ് തന്നെ 1 ലക്ഷത്തിലേറെ ആൾക്കാരെ, പിന്നെ തൊഴിലുകളും നിർത്തലാക്കുന്നു, തൊഴിൽ സെക്ടറുകൾ തന്നെ. അപ്പൊ അത്തരം പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള പ്രതിസന്ധിയുടെ ഒരു റിഫ്ലക്ഷൻ ആണോ ഈ അമേരിക്കയിൽ നിന്നുണ്ടാവുന്നത്? വേറൊരു കാര്യം കൂടെ, ഈ ട്രംപിന്റെ മൂഡിനെ പറ്റി പറഞ്ഞില്ലേ, അത് മാത്രമാണ് പുള്ളി അങ്ങനെ എല്ലാരും ഫണ്ണി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, എക്സെൻട്രിക് ആണ്, എന്തും എപ്പോഴും പറഞ്ഞളയും, അങ്ങനെയൊക്കെ പറയുമല്ലോ. പക്ഷെ അതിനകത്തൊക്കെ കൃത്യമായിട്ടുള്ള അജണ്ട വെച്ചിട്ടുള്ള അതുണ്ട്. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഒരു ഭാഗമാണ് ഈ തോന്നുമ്പോൾ പറയുന്നതും വാക്കുകൾ ഉപയോഗിക്കുന്നതും ഒക്കെ ആയിട്ട്. മറ്റു പ്രസിഡന്റുകളാണെങ്കിൽ അത് വളരെ നിശബ്ദമായിട്ട് കാര്യങ്ങൾ വേണ്ട വിധം അവർക്ക് വേണ്ട മാതിരി ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങേർക്ക് അദ്ദേഹത്തിനൊരു വലിയ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടല്ലോ. ഇപ്പോൾ അമേരിക്കൻ സൊസൈറ്റി എന്ന് പറയുന്നത് 2ആയി പിളർന്ന ഒരു സൊസൈറ്റിയാണ്. അതിൽ 50% ആൾക്കാർ അദ്ദേഹത്തെ അനുകൂലിച്ചത് കൊണ്ടാണല്ലോ അദ്ദേഹം പ്രസിഡന്റ് ആയത്. ആ കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ളത് പഴയ പഴഞ്ചൻ കൺസർവേറ്റീവ് വൈറ്റ് ക്രിസ്ത്യൻ കോൺസ്റ്റിറ്റ്യുവൻസിയാണത്. അവർക്ക് ഈ വെള്ളക്കാരല്ലാത്തവർ വരുന്നതിനോട് എപ്പോഴും മാനസികമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ പല രാജ്യങ്ങൾ, ഇന്ത്യയും ചൈനയിൽ നിന്നും വന്ന് മിടുക്കരായിട്ടുള്ള ചെറുപ്പക്കാർ വന്ന് വലിയ വലിയ ജോലിയും ഇങ്ങനെ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്നതിൽ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ ചൈനയെ പോലുള്ള രാജ്യങ്ങൾ, കൊറിയ, ചൈന, ജപ്പാൻ, ഇന്ത്യ, ടർക്കി, അതുമാതിരിയുള്ള രാജ്യങ്ങൾ വളർന്ന് വികസിക്കുന്നതിൻ്റെ അത് കാണുമ്പോഴുള്ള വിഷമം, അവരുടെ പവർ പോകുന്നതിൻ്റെ ഉള്ള വിഷമം. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ചാബല്യം ഉണ്ടെങ്കിൽ കൂടിയിട്ട് അതിനൊരു നല്ലൊരു ബേസ് ഉണ്ട്, അതിലൊരു അജണ്ടയും ഉണ്ട്. പക്ഷെ ആ അജണ്ടയിൽ യുക്തിയില്ലായ്മ ഒരുപാടുണ്ട്. ഇങ്ങനെയാണോ നിങ്ങൾ കഷ്ടകാലം നിങ്ങൾക്ക് വരുന്നു എന്ന് തോന്നുമ്പോൾ പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. കുറേ കൂടി ലോകക്രമത്തെ മാനിച്ചുകൊണ്ട് മാത്രം ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഇങ്ങനെ ഇത് ശാശ്വതമായിട്ട് നിൽക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ എല്ലാ ഫ്രണ്ട്സിനെ കൂടെ ശത്രുക്കളാക്കി, മിത്രങ്ങളെ ശത്രുക്കളെ ആക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു ഈ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളുടെ ബലം പോയി. അതല്ല ഇപ്പോൾ ട്രേഡ് ഈ തോന്നുന്ന പോലെ ടാരിഫ് ചുങ്കം ചുമത്തി പലർക്കും പല വിധത്തിൽ, അതിപ്പോൾ രാജ്യങ്ങൾക്കിപ്പോൾ അത്ര വലിയൊരു കൺസേൺ അല്ലാതായി തീർന്നു ഇപ്പോൾ. കാരണം അവർ തമ്മിൽ തന്നെ ഇന്നിപ്പോൾ, പണ്ട് അമേരിക്കയും ആണ് ഏറ്റവും വലിയ എക്കോണമി, പക്ഷേ ഇന്ന് മറ്റ് എക്കോണമിയും വളർന്നു കഴിഞ്ഞു. അപ്പോൾ അത് കൂടി കാണണം. പക്ഷേ ഇത് എത്രത്തോളം നിലനിൽക്കും എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അവിടെ തന്നെ അമേരിക്കയുടെ ഉള്ളിൽ തന്നെ കൂട്ട പിരിച്ചുവിടലാണ് അദ്ദേഹം വന്നപ്പോൾ, ഫെഡറൽ ഏജൻസി പലതിനെയും. അപ്പോൾ എത്രയോ 1000 ആൾക്കാരുടെ ജോലി നഷ്ടപ്പെട്ടു. അതിന് പുറകെയാണ് ഇപ്പോൾ AI വന്നതോട് കൂടിയിട്ട് ഈ പറഞ്ഞ മാതിരി വാഷിങ്ടൺ പോസ്റ്റിലും IT കമ്പനികളിൽ ഒരുപാട് ഈ ഗൂഗിളിലും മൈക്രോസോഫ്റ്റിലും പിരിച്ചുവിടലുകളിൽ കഴിഞ്ഞ 4-5 വർഷങ്ങളായി നടക്കുന്നുണ്ട്. അവിടെയും ഒരു ക്രൈസിസ് ഉണ്ട് എന്നുള്ളത് ശരിയാണ്. ആ ക്രൈസിസിനെ നേരിടാൻ മാത്രമാണോ അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് പറയാൻ ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിൻ്റെ അജണ്ട ആത്യന്തികമായി ഒരു വൈറ്റ് സുപ്രമസിസ്റ്റ് അജണ്ട. കുറച്ച് നഷ്ടം വന്നാലും വിരോധമില്ല, നമുക്ക് നമ്മുടെ ആധിപത്യം കൈവിടരുത് എന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷേ ദാറ്റ് ഈസ് നോ ലോങ്ങർ പോസിബിൾ ചൈനയുടെ വരവോടുകൂടി. ഇപ്പം പിന്നെ റഷ്യ ആൾസോ, അവർക്ക് റഷ്യയെ എഴുതിത്തള്ളാനും പറ്റില്ല. കാരണം സാമ്പത്തികമായിട്ട് റഷ്യ ഒരു വലിയ എക്കോണമിയൊന്നും അല്ല, $2 trillion or $2.5 trillion ഉള്ളത്. പക്ഷേ മിലിറ്ററിലി ഇറ്റ്സ് എ ബിഗ് പവർ. അതിനുള്ള കപ്പാസിറ്റി, ഇനിയും അത് ഉറപ്പിക്കാനുള്ള കപ്പാസിറ്റി അവർക്ക് നേരത്തെ തന്നെ ഉണ്ട്. സോ മിലിറ്ററിലി റഷ്യ കണ്ടിന്യൂസ് ടു ബി എ പവർ. അത് മാത്രമല്ല, റഷ്യയും ചൈനയും കൂടെ ചേരുകയും ചെയ്തു. പിന്നെ അതിനെ ഒന്ന് വിപുലീകരിക്കാൻ ബ്രിക്സും ഉണ്ടാക്കി. പക്ഷേ ബ്രിക്സിലെ വീക്ക്ലിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്. കാരണം മറ്റു രാജ്യങ്ങളെക്കാൾ കുറഞ്ഞ വിശ്വാസ്യതയാണ് നമ്മുടെ മെമ്പർഷിപ്പിനുള്ളത്. ഇല്ലെങ്കിൽ നേരത്തെ തന്നെ ഒരു ബ്രിക്സിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു കുറേ കൂടെ ശക്തമായിട്ടുള്ള പേയ്മെൻറ്റ് സിസ്റ്റം വരുമായിരുന്നു. ഇപ്പോഴും ഉണ്ട്, പക്ഷേ അത് റെസ്ട്രിക്റ്റഡ് ആയിട്ട് ചില മേഖലകളിൽ ഡോളറിൻ്റെ പ്രാധാന്യം കുറയ്ക്കാൻ പറ്റി. ഇപ്പോൾ റഷ്യ റൂബിളിലാണ് അവരുടെ വ്യാപാരം നടത്തുന്നത്. കാരണം അവർക്ക് ഡോളറിൽ ചെയ്യാനേ പറ്റില്ല, കാരണം അവരെ സാങ്ഷൻ ആയതുകൊണ്ട്. ചൈന ചെയ്യുന്നത് അവരുടെ കറൻസി പ്രൊമോട്ട് ചെയ്ത് ഈവൻ ഓയിൽ വാങ്ങുന്നത്
സൗദി അറേബ്യയുമായിട്ട് പലപ്പോഴും ചൈനീസ് കറൻസിയിലും ആണ് അവർ ഇടപാടുന്നത്, ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ട്, പാകിസ്ഥാൻ, മറ്റു രാജ്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവരുടെ ചൈനീസ് കറൻസി ഇപ്പോൾ IMFലെ റിസർവ് കറൻസിയിലൊരു കറൻസിയായിട്ട് അംഗീകരിക്കപ്പെട്ടു. അത് കുറച്ച് വർഷങ്ങളായി. അപ്പോൾ അവർക്കും ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. നമുക്ക് വലിയ ആൾട്ടർനേറ്റീവ്സ് ഇല്ല. കുറച്ച് റുപ്പി ട്രേഡിന് സംബന്ധിച്ച UAE, മൗറീഷ്യസ് അതുമാതിരിയുള്ള കുറച്ച് രാജ്യങ്ങളേ ഉള്ളൂ. അപ്പം നമ്മുടെ ഈ പുതിയ ക്രമത്തിൽ നമുക്ക് കൂടുതൽ ശക്തമായി ഇടപെടാൻ കഴിയുന്നത് ബ്രിക്കിൻ്റെ കൂടെ നിന്ന് അത് ഉറപ്പിച്ച ഒരു ബ്രിക്സ് എന്നുള്ള ബ്ലോക്കിൽ തന്നെ. പക്ഷെ നമുക്കതിന് ചരിത്രപരമായ ബുദ്ധിമുട്ടുകളുണ്ട്. ചൈനയുമായിട്ടുള്ള തർക്കം, ബോർഡർ പ്രശ്നം, അത് തീർക്കാൻ രണ്ടു കൂട്ടർക്കും ഡിപ്ലോമസിയിൽ കൂടെ തീർക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതിനൊരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് വേണം. അത് രണ്ടു കൂട്ടരും കാണിക്കുന്നില്ല. അപ്പോൾ അതിൻ്റേതായ പ്രശ്നം. അതിൽ വീക്ക് ലിങ്കാണ് നമ്മളും. ചൈനയാണ് അതിലും ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു രാജ്യം എന്നുള്ളത്. ഈ കരാറ് തന്നെ ഇന്ത്യയിലെ കർഷകരെ പ്രത്യേകിച്ച് എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? കാരണം ഇവിടെ കർഷക സമരം നടന്നതിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. കാർഷിക വിളകൾക്ക് ഉറപ്പായിട്ടും ഇവരുടെ വിളകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക തന്നെ ചെയ്യാം ഈ കരാറ്. അതിനെ ഒരു വേറെ തരത്തിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? എങ്ങനെയാണ് ഇത് എങ്ങനെയാണ് ബാധിക്കാൻ പോവുക എന്നുള്ളതിൽ വളരെ ആശങ്കയുണ്ട്. ഇപ്പോൾ പഴങ്ങൾ, ഇന്ത്യ നല്ല രീതിയിൽ വളർത്തുന്ന പഴങ്ങളാണ്. മാങ്ങ, വാഴപ്പഴം, പിന്നെ തദ്ദേശീയമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ആപ്പിള്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനൊരു കോമ്പറ്റീഷൻ. കാരണം അവിടെ വളരെ ഹൈ സബ്സിഡൈസ്ഡ് ആണ് അമേരിക്കയിലെ ഫാർമേഴ്സ്. അമേരിക്കയിൽ ഫാർമേഴ്സ് കുറച്ചേ ഉള്ളൂ. അവരുടെ വർക്ക് ഫോഴ്സിൻ്റെ 1-2% ഉള്ളൂ. പക്ഷെ അവർ വളരെ ഓർഗനൈസ്ഡ് ആണ്. അവിടെ ഒരു ഫാർമർ എന്ന് പറഞ്ഞാൽ ഒരു 5000 ഹെക്ടർ, 10000 ഹെക്ടർ, ഇത്രയൊക്കെയാണ് ഒരു ഫാർമറുടെ ലാൻഡ് ഹോൾഡിംഗ് ഒക്കെ. ഹൈലി മെക്കനൈസ്ഡ് അഗ്രികൾച്ചർ ആസ് ബിസിനസ്, ആസ് ഇൻഡസ്ട്രി, അങ്ങനെ നടത്തുന്നതാണ്. അപ്പോൾ അവിടുത്തെ ഫാർമേഴ്സിൻ്റെ ഇൻകത്തിൻ്റെ പകുതി ഗവൺമെൻറ് സബ്സിഡി ആയിട്ട്, പലതരത്തിലുള്ള സബ്സിഡി ആയിട്ട് വരുന്നതാണ്. പക്ഷേ നമുക്ക് അത്രയും സബ്സിഡി കൊടുക്കാനുള്ള കഴിവില്ല. അത് കൊടുത്താൽ തന്നെ ഇൻഡസ്ട്രിക്ക് അത് ഇഷ്ടമല്ല. അങ്ങനെയുള്ളൊരു പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ടാണ് MSP പ്രൈസിൻ്റെ കാര്യത്തിലും ഈ അവരുടെ മാർക്കറ്റിംഗ് സെൻറ്റേഴ്സിനെ എടുത്തു കളഞ്ഞ് പ്രൈവറ്റ് ആൾക്കാർക്ക് വന്ന് അഗ്രികൾച്ചറൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാം എന്ന് പറഞ്ഞ് പുതിയൊരു ബില്ല് കൊണ്ടുവന്നു. പക്ഷേ അത് ശക്തമായിട്ടുള്ള സമരം മൂലമാണ് പിൻവാങ്ങിയത്. അപ്പോൾ അതിൻ്റെ ദേഷ്യം ഫാർമേഴ്സിനോട് ഉണ്ടാവും. നിങ്ങളെ ഒന്ന് പഠിപ്പിക്കാം എന്നുള്ളത് കൂടി ഇതിൻ്റെ പിന്നിൽ ഉണ്ടെങ്കിൽ അത് അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ്. അപ്പോൾ വളരെയധികം ആശങ്കയുണ്ട് ഇതിൽ. ചില ചെറിയ 1-2 ഐറ്റം എടുത്താൽ ചിലപ്പോൾ ഗുണകരമാവും. ഇപ്പോൾ കാലിത്തീറ്റയ്ക്ക് നമുക്ക് കുറച്ച് ക്ഷാമമൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് കുറഞ്ഞ വിലയ്ക്ക് നല്ല കാലിത്തീറ്റ കിട്ടുകയാണെങ്കിൽ കാലി സംരക്ഷണത്തിനും അതിന് വികസനത്തിനുമായിട്ട് അത് ഉപയോഗിക്കാം. പക്ഷേ അതെല്ലാം ഈ വലിയൊരു തിരമാല വെള്ളപ്പൊക്കം വരുമ്പോൾ അതിൽ കിട്ടുന്ന ചളി കുറച്ച് പിന്നീട് നമ്മുടെ കൃഷിക്ക് മെച്ചമാവും എന്ന് പറയുന്ന മാതിരിയാണ്. സോ ദ ലാർജർ ഇമ്പാക്റ്റ് ഈസ്, അതൊരു പേടിപ്പെടുത്തുന്ന ഒരു ഇതാണ്. വ്യവസായ ഉൽപ്പന്നങ്ങൾക്കും അതുപോലെ ഡ്യൂട്ടി ഇല്ലാതെ കൊണ്ടുവരാവുന്ന ഒരു ഈ ചട്ടക്കൂട് കരാറുകളുണ്ട്. അതും വന്നു കഴിഞ്ഞാൽ വ്യവസായികളും ചിലപ്പോൾ വിഷമസന്ധിയിലാകും എന്നുള്ളതാണ്. ഇന്ത്യയിലെ ലേബർ സെക്ടറിൽ സംഭവിക്കുന്ന മാറ്റം, ഇപ്പം അൺഓർഗനൈസ്ഡ് സെക്ടറിനെ കുറിച്ച് സാറ് പ്രത്യേകമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞൊരു 10 വർഷക്കാലം നോക്കിക്കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള ഒരു മാറ്റമാണ്, തകർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്? ഉദാരീകരണത്തിൻ്റെ കാലഘട്ടത്തിൽ അവരുടെ നേരത്തെ പറഞ്ഞ മാതിരി ഈ പോളിസി എല്ലാം തന്നെ നമ്മുടെ ഉൽപ്പാദനം എങ്ങനെ വർദ്ധിപ്പിച്ച് വളർച്ചാ നിരക്ക് ഏറ്റവും അധികം കൂട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ മൊത്തത്തിലുള്ള രാജ്യത്തിൻ്റെ ഈ ഉൽപ്പാദനത്തെക്കുറിച്ച് പറഞ്ഞ വി ആർ ദി 4th ലാർജസ്റ്റ് എക്കോണമി എന്ന് പറയുന്നത്. പക്ഷെ അത് ഡിവൈഡ് ചെയ്തെടുക്കാൻ 140 കോടി ജനങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് $3000 പോലും പെർ ക്യാപിറ്റ ഇൻകം ഇല്ല. അമേരിക്കയ്ക്ക് $90,000 പ്രതിശീർഷ വരുമാനം എന്നുള്ളത്. അപ്പോൾ അതും തന്നെ നമ്മുടെ ഈ ബൊംബാസ്റ്റിൻ്റെ ഒരു പൊള്ളത്തരം മനസ്സിലാക്കാന്നുള്ളത്. നമ്മുടെ രാജ്യത്തെ പ്ലാനിങ് സമയത്തും അല്ലാത്ത സമയത്തും ഏറ്റവും കൂടുതൽ പരാജയം സംഭവിച്ചിട്ടുള്ളത് തൊഴിലിൻ്റെ കാര്യത്തിലാണ്. അതായത് ഒരു മിനിമം വേജെങ്കിലും കിട്ടുന്ന തരത്തിലുള്ള തൊഴിൽ സൃഷ്ടിക്കാനായിട്ട് നല്ലൊരു വിഭാഗത്തിന് ഇനിയും സാധിച്ചിട്ടില്ല. ഏകദേശം 45-48% കൂലി വാങ്ങുന്ന തൊഴിലാളികൾക്ക് ആവശ്യമായ മിനിമം വേജ്, ഒരു കാൽക്കുലേഷനുണ്ട്. 2017-18 ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കമ്മിറ്റി തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് ആൾ ഇന്ത്യ ആവറേജ് ഒരു ദിവസം ചുരുങ്ങിയത് 375 രൂപയെങ്കിലും കിട്ടണം.
2017-18 വിലയിൽ. അത് ഇന്നത്തെ വിലയിൽ നോക്കുകയാണെങ്കിൽ ഒരു 456 രൂപയോളം വരും. അത് കിട്ടാത്തവരാണ് 48% തൊഴിലാളികൾ, എന്ന് പറഞ്ഞാൽ പകുതി ആൾക്കാർ. അപ്പോൾ ഇത്രയൊക്കെ വളർച്ച ഉണ്ടായിട്ടും അത് അടിത്തട്ടിൽ എത്തിയിട്ടില്ല എന്നുള്ളതിന് ചെറിയ ചെറിയ ഒരു ഇതുണ്ടാവും. പക്ഷേ കൂടുതൽ ദരിദ്രത്തിൽ നിന്ന് കുറച്ച് ദരിദ്രം പോയിട്ടുണ്ടാവും. അങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ ഇതല്ലാതെ ഇപ്പോഴും വെള്ളം മൂക്കിന് മുകളിൽ തന്നെയാണ്. അത് ഇനിയും പൊങ്ങിയിട്ടില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ്. അത് കേരളത്തിൽ പ്രകടമല്ല, തമിഴ്നാട്ടിൽ പ്രകടമല്ല, ഹിമാചൽ പ്രദേശിൽ പ്രകടമല്ല. അങ്ങനെ ഒരു ഇന്ത്യയെ സംസ്ഥാനങ്ങളുടെ തെളിവിൽ നോക്കിയാൽ ഒരു 1/2 ഡസൻ സംസ്ഥാനങ്ങൾ കുറച്ച് മെച്ചപ്പെട്ടതാണ്. ഏറ്റവും കൂടുതൽ വേതനത്തിൻ്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് കേരളം, പിന്നെ അതുമാതിരി ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, കുറേയൊക്കെ തമിഴ്നാട്. മഹാരാഷ്ട്രയില്ല. മഹാരാഷ്ട്രയിലെ വിദർഭയും അതൊക്കെ ആയിട്ട് വേതനത്തിൻ്റെ കാര്യത്തിൽ പിന്നോട്ടാണ്. വളരെ മോശം ഗുജറാത്തിലാണ്, ഈ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിൽ. 50% ഇന്ത്യൻ തൊഴിലാളികൾക്ക് അവർക്ക് വേണ്ട ഒരു സബ്സിസ്റ്റൻസ് വേജ് പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് കൂടുതലും ഗ്രാമീണ മേഖലയിലാണ്, അതിൽ കൂടുതലും കാർഷിക മേഖലയിലാണ്. അപ്പം മനസ്സിലായല്ലോ അതിൻ്റെ കാര്യം. രണ്ടാമത് ഈ ലേബർ കോഡ് എന്ന് പറയുന്നത് ഇതേവരെ ഉണ്ടായിരുന്ന ലേബർ നിയമങ്ങളെയെല്ലാം ക്രമീകരിച്ച് ഒരു കമ്പൈലേഷനാക്കി. അതിന് ലിറ്റിഗേഷനൊക്കെ വരുമ്പോൾ ഈ 10-150 നിയമങ്ങൾ അവിടെ ഇവിടെയായിട്ട് നിൽക്കുന്നതിന് പകരം പല സംസ്ഥാനങ്ങളിൽ പല വിധത്തിൽ അതെല്ലാം ഏകീകരിച്ച് ഒരു കോഡായിട്ട് കൊണ്ടുവരിക, 4-5 കോഡായിട്ട് കൊണ്ടുവരിക എന്നുള്ളത്. അത് വളരെ പഴയ ഡിമാൻഡാണ്, ആരുടെ ട്രേഡ് യൂണിയൻ്റെ ഡിമാൻഡാണ്. അപ്പോൾ ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ലേബർ കോഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അത് ഗവൺമെൻറ് അംഗീകരിച്ചെങ്കിലും ഇതേവരെയുള്ള ഗവൺമെൻറ് അതിന് തുനിഞ്ഞില്ല. ഞങ്ങളും കമ്മീഷനിലും അൺഓർഗനൈസ്ഡ് സെക്ടർ കമ്മീഷനിലും ലേബർ കോഡ് വരണം എന്ന് പറഞ്ഞ് വാദിച്ചവരാണ്. പക്ഷേ അത് നല്ല നിലയിലാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതേ ആ ഇൻസ്ട്രുമെൻറ്റിനെ ഉദ്ദേശിച്ചതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ കൊണ്ടുവന്നു. 8 മണിക്കൂർ ജോലി എന്ന ഫാക്ടറികളിലും മറ്റ് ഓഫീസുകളിലും ഒക്കെ ഉള്ളത് അത് ചരിത്രപരമായി നേടിയെടുത്തിട്ടുള്ള ഒരു അവകാശമാണ് ഓർഗനൈസ്ഡ് സെക്ടറിൽ. അത് അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ഇല്ല. അവർക്കും കൂടി ബാധകമാക്കണം എന്നുള്ളതായിരിക്കണം ഇതിൻ്റെ ഒരു ഉദ്ദേശം. അതിന് പകരം തൊഴിൽ ദാതാക്കളുടെ സൗകര്യം അനുസരിച്ച് അവർക്ക് 8 മുതൽ 12 വരെ ആക്കാം. അതിൻ്റെ അർത്ഥം എന്താണ്? 100 കൊല്ലം മുമ്പുണ്ടായിരുന്ന 10 മണിക്കൂറും 12 മണിക്കൂറാവാം. അപ്പോൾ ഇപ്പോഴും അങ്ങനെ വർക്ക് ചെയ്യുന്ന ചെങ്കൽ ചൂലകളും പിന്നെ പല സംസ്ഥാനങ്ങളിലുള്ള ബാലവേലകളുള്ള സ്ഥലങ്ങളില്ലേ ഉണ്ട്. പക്ഷെ അത് നിയമപരമാക്കിയിട്ടില്ല. ദേ ആർ ഇല്ലീഗൽ. പക്ഷെ ഇപ്പം നിങ്ങൾ അതിനെ ഒരു നിയമത്തിൻ്റെ സാധുത കൊടുക്കുന്നു എന്നുള്ളത്. പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിർദ്ദേശിച്ചത് ഒരു നാഷണൽ ലെവൽ, സ്റ്റേറ്റ് ലെവൽ ബോർഡുകൾ, അതിന് താഴെയുള്ള വെൽഫെയർ ഫണ്ടുകൾ, അങ്ങനെ ഒരു ക്രമീകരണത്തിലൂടെ ഒരു യൂണിവേഴ്സൽ സിസ്റ്റമാണ് ഉണ്ടാക്കിയത്. അത് UPA ഗവൺമെൻറ് തന്നെ അംഗീകരിച്ചില്ല. അവരതിനെ ഹെൽത്തിൻ്റെ മാത്രം വേറിട്ടെടുത്ത് RSBY എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന എന്ന് പറഞ്ഞ ചിദംബരം വളരെ വൈകൃതമായിട്ട് ഒരു ബില്ലാണ് കൊണ്ടുവന്നത്. പിന്നെ സംസ്ഥാനങ്ങൾ അവർക്ക് തോന്നുന്ന മാതിരി അതിൽ കൂട്ടും കുറയ്ക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അപ്പോഴും അത് ഒരു നല്ല രീതിയിൽ UPA ഗവൺമെൻറ് ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി മാതിരി കുറേ കൂടെ സിമ്പിളായിട്ടും വളരെ എല്ലാവർക്കും ബെനിഫിറ്റ് ഉണ്ടാകുന്ന തരത്തിൽ ചെയ്തിരുന്നുവെങ്കിൽ അതൊരു പ്രസിഡൻ്റ് ആയേനെ. ചിലപ്പോൾ അവർക്കിപ്പോൾ മഹാത്മാഗാന്ധി എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി വിഡ്രോ ചെയ്ത മാതിരി ഇതും അത് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ അറ്റ്ലീസ്റ്റ് യു ഹാവ് ഡൺ യുവർ ഡ്യൂട്ടി എന്ന് പറയാം. അതത് ചെയ്തിട്ടില്ല. അങ്ങനെ പിന്നെ ലേബർ കോഡിൽ ഒരുപാട് അതിൻ്റെ ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പിന്നോട്ടടിയാണ്. അങ്ങനെയാണ് അതിനെ എല്ലാ ട്രേഡ് യൂണിയനുകൾ അവരുടെ BJPയുടെ ട്രേഡ് യൂണിയൻ സംഘടനയായിട്ടുള്ള HMS കൂടെ വിലയിരുത്തിയിരിക്കുന്നത് ഇത് ആൻറ്റി ലേബർ കോഡാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ചെറുപ്പക്കാരായിട്ടുള്ള അവർ IT മേഖലയിൽ വർക്ക് ചെയ്യുമ്പോഴും അവിടെയും പിന്നെ ഇതുമാതിരിയുള്ള ലേബർ കോഡ് വരുമ്പോൾ ഇപ്പം തന്നെ അവർക്ക് സമയമൊന്നുമില്ല. അവർക്ക് പക്ഷേ അവിടെ അവർക്ക് പണമായിട്ട് ഒരുപാട് കോമ്പൻസേഷൻ കൊടുക്കും. അതിനെ കോമ്പൻസേറ്റ് ചെയ്ത് ബട്ട് ദേ ആർ ബേണിങ് ദംസെൽസ് ഇൻ ആൾ കൈൻഡ്സ് ഓഫ് പ്രോജക്ട്സ് എന്നുള്ളതൊക്കെ മാതിരി. അപ്പോൾ അവിടെയും കാണുമ്പോൾ ഡീസൻറ്റ് ജോബാണെങ്കിലും അതിൽ ഒരു സെക്യൂരിറ്റി ഇല്ലാത്തൊരു ജോബാണ്. അതുകൊണ്ടാണ് ലേബർ എക്കണോമിക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദേ ആർ നോട്ട് ഡീസൻറ്റ് എംപ്ലോയ്മെൻറ്റ്, ദേ ആർ ഇൻസെക്യൂർ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ എക്കോണമി ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു എക്കോണമിയാണ് പറയുന്നുണ്ടല്ലോ. ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തി എന്നൊക്കെ അവകാശവാദമുണ്ട്. അത് എത്രമാത്രം പൊള്ളയായിട്ടുള്ള ആർഗ്യുമെന്റ് ആണ്? അങ്ങനെ അത് ഒരു തലത്തിൽ പറഞ്ഞാൽ അത്ര പൊള്ളയല്ല.
ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി ആണെന്നുള്ളത് നമുക്ക് സമ്മതിക്കാം. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് അതിൻ്റെ കണക്ക് കൂട്ടലുകളിൽ, സ്ഥിതിവിവരണ കണക്കുകളിൽ ആദ്യമായിട്ട് സംശയം വന്നിരിക്കുന്നു. 2011-12 മുതൽ തൊട്ട് ഈ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ വ്യാവസായിക ഉൽപ്പാദന മേഖലയുടെയൊക്കെ കണക്കാക്കുമ്പോൾ ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു സോഴ്സ് ഉണ്ട്. അത് ഉപയോഗിച്ചാണ് സംഘടിത മേഖലയിലെ വ്യവസായ ഉൽപ്പാദനം. അതിന് പകരം ഇപ്പോൾ മിനിസ്ട്രി ഓഫ് കോമേഴ്സിലെ കമ്പനികൾ രജിസ്റ്റർ ചെയ്യുന്ന ഒരു രജിസ്റ്ററുണ്ട്. ആ രജിസ്റ്ററിലുള്ള കമ്പനികളുടെ മൊത്തം എണ്ണം നോക്കി അവർ ഓരോ മേഖലയെടുത്ത് ആ മേഖലയിലെ പ്രൊഡക്ടിവിറ്റി എന്താണെന്ന് നോക്കി അതുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടാണ് വേറൊരു കണക്കാണ് ആകുന്നത്. അപ്പോൾ അതിൽ എക്കോണമിസ്റ്റ് ഇത് പഠിക്കുന്നവർ ഉന്നയിച്ചിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റിൽ പലതും പ്രവർത്തനരഹിതമായിട്ടുള്ള ഒരുപാട് കമ്പനികളുണ്ട്. മോർട്ടാലിറ്റി മരണം സംഭവിച്ച കമ്പനികളുണ്ട്. അത് വേണ്ട വിധത്തിൽ അതിനെ ഫിൽറ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഈ ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസിൽ നിയമപരമായി കമ്പനികൾ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് നൽകാൻ ബാധ്യസ്ഥരാണ്. അത് കുറേ കൂടി ആധികാരികമാവുമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അൺഓർഗനൈസ്ഡ് സെക്ടർ മേഖലയിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഉൽപ്പാദനക്ഷമതയെ കണക്കാക്കുന്നത്, എങ്ങനെയാണ് അതിൽ വരുമാനത്തെ ഔട്ട്പുട്ടിൻ്റെ ഇത് കണക്കാക്കുന്നത്, അതിലൊരുപാട് എന്താ പറയുക അപാകതകൾ വരാൻ സാധ്യതയുണ്ട്. മനഃപൂർവ്വം ഇല്ല, അത് എങ്ങനെ ചെയ്യുന്നു എന്നനുസരിച്ച് അത് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാം. കാരണം നമ്മുടെ ഒരു എക്കോണമി എന്ന് പറഞ്ഞാൽ ഫുള്ളി ഫോർമൽ എക്കോണമി അല്ലല്ലോ. അപ്പോൾ കണക്ക് ഇല്ലാത്ത ഒരുപാട് മേഖലയാണ് ഈ അൺഓർഗനൈസ്ഡ് സെക്ടർ. അതെല്ലാം പലപ്പോഴും നടത്തുന്ന സർവേയുടെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ആ എസ്റ്റിമേറ്റ് എപ്പോഴും എല്ലാ വർഷവും അത് ചെയ്യുന്ന സർവേ അല്ല. അതിൻ്റെ ഉൽപ്പാദനക്ഷമത യഥാർത്ഥത്തിൽ കണക്ക് കൂട്ടിയ മാതിരിയുള്ളതാണോ അല്ലയോ എന്നുള്ളതിലൊക്കെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അരവിന്ദ് സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ ഒരാൾ വാഷിങ്ടണിൽ ജോലി ചെയ്യുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ഇവിടെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൽ 3 വർഷം ചീഫ് എക്കണോമിക് അഡ്വൈസറായിരുന്നു. അദ്ദേഹം അത് കഴിഞ്ഞ് വേഗം തിരിച്ച് ഓടിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം തന്നെ ഈ എസ്റ്റിമേറ്റിന് എതിരായിട്ട് ഇതിൻ്റെ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പം ഈയിടയ്ക്ക് അദ്ദേഹം പറഞ്ഞതിൻ്റെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 7%, 7.2. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഒരു 2% കുറയ്ക്കണം. അപ്പോൾ 5 ആവും അത്. പക്ഷേ അത് ഇപ്പോൾ നമുക്ക് പണ്ട് ചൈനയെക്കുറിച്ചും ഇങ്ങനെ ഒരു വാദം ഉണ്ടായിരുന്നു. ചൈന പുറപ്പെടുവിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് പലപ്പോഴും വളരെ ഇൻഫ്ലേറ്റഡ് ആണ് എന്നുള്ളത്. ഇതാണ് കണക്ക്. അപ്പോൾ എല്ലാവർക്കും അതിനെ എങ്ങനെയാണ് അത് പരിഷ്കരിക്കേണ്ടതെന്നുള്ളതിനെ പറ്റിയുള്ളതില്ല എളുപ്പം എടുക്കാവുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കിയാൽ ഇന്ത്യ ഈസ് ഫാസ്റ്റ് ഗ്രോയിങ് എക്കോണമി. രണ്ടാമത് പറയാനുള്ളത്, ഇന്ത്യയുടെ ഫാസ്റ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് മുഴുവൻ നല്ലൊരു ഭാഗം സർവീസ് മേഖലയിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ വ്യാവസായിക ഉൽപ്പന്ന മേഖല എന്ന് പറയുന്നത് ഇപ്പോഴും 13-16% അങ്ങ് നിൽക്കുകയാണ്. അത് മാറിയിട്ടില്ല. അത് കുറേ 50-40 വർഷങ്ങളായിട്ട് അതേ ഷെയർ ആകെയുള്ള ഉൽപ്പാദനത്തിൻ്റെ 15-16% ഈ മാനുഫാക്ചറിങ് ഇതിൽ വരുന്നുള്ളൂ. അപ്പോൾ വ്യാവസായികമായി മുന്നോട്ട് പോയി വ്യവസായ മേഖല വളരുന്നുണ്ട്. പക്ഷേ ആ മേഖല ശരാശരി വളർച്ചയുടേക്കാൾ കൂടുതൽ എത്തിയാലേ ഷെയർ മാറുള്ളൂ. ദ സ്പീഡ് ഓഫ് ദ ഗ്രോത്ത് എന്ന് പറയുന്നത് അത് സാധിച്ചിട്ടില്ല. നേരെ മറിച്ച് ചൈനയിൽ 35% അവരുടെ നാഷണൽ ഇൻകം മാനുഫാക്ചറിങ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ 15 എവിടെ കിടക്കുന്നു, 35 എവിടെ കിടക്കുന്നു, ആ ഒരു വ്യത്യാസം. പിന്നെ അഗ്രികൾച്ചറിൻ്റെ ഷെയർ നമ്മുടെ കയ്യിൽ കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ 15-16% കുറഞ്ഞു വരികയാണ്. അത് അഗ്രികൾച്ചറിൻ്റെ ഉൽപ്പാദനക്ഷമത കൂടിയത് കൊണ്ടല്ല, മറ്റ് രംഗങ്ങൾ കൂടുതൽ വേഗത്തിൽ വളരുന്നത് കൊണ്ട്. സോ ഇപ്പോൾ പല ക്ലാസിക്കൽ ഡെവലപ്മെൻറ്റ് എക്കണോമിക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദിസ് ഈസ് നോട്ട് എ റിയൽ സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ. ഘടനാപരമായിട്ടുള്ള മാറ്റം വരേണ്ടത് കാർഷിക മേഖലയുടെയും വ്യവസായ മേഖലയുടെയും വളർച്ചയിലൂടെ, അതിൻ്റെ ഉൽപ്പാദനക്ഷമതയും വളരുന്നതിനോടൊപ്പം അതിൻ്റെ പ്രാധാന്യം കൂടുമ്പോഴാണ് ഒരു ഘടനാപരമായിട്ടുള്ള മാറ്റം വരുന്നത്. അങ്ങനെ ഒരു മാറ്റം നമുക്ക് ഇതേവരെ സാധിച്ചിട്ടില്ല. അതിന് പ്രശ്നങ്ങളുണ്ട്, ജെന്യൂനായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതൊരു വീക്ക്നെസ്സാണ്. അത് മറികടക്കാൻ ജപ്പാനും കൊറിയയ്ക്കും ആദ്യം, തായ്വാനും
ഒക്കെ സാധിച്ചു. പിന്നീട് ചൈനയ്ക്കും സാധിച്ചു. കുറേയൊക്കെ ടർക്കി മാതിരിയുള്ള മിഡിൽ പവേഴ്സിന്, ബ്രസീലിനും ഒക്കെ സാധിച്ചു. നമുക്കിനിയും അത്രയ്ക്ക് സാധിച്ചിട്ടില്ല. അതാണ് ഈ വളർച്ചയുടെ കാര്യം പറയുമ്പോഴും അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ഒരുപാട് വീക്ക്നെസ് ഉണ്ട് എന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ വി ആർ എ ഗ്രോയിങ് എക്കോണമി, അതിന് സംശയമൊന്നുമില്ല. വി ആർ സ്റ്റിൽ സർവീസ് എക്കോണമിയാണ് നമ്മുടെ ബലം എന്നുള്ള ഒരു മെറ്റൽ. നേരത്തെ പറഞ്ഞില്ലേ അദാനി, അംബാനി, ടാറ്റ, ഈ 3 ഗ്രൂപ്പിന്റെ കയ്യിലാണ് ഇന്ത്യയുടെ ഒരു കോർപ്പറേറ്റ് ഭരണകൂട നെക്സസും സമ്പത്തും ഒക്കെ ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു ഗ്യാപ്പ്, അതിനുവേണ്ടിയാണല്ലോ ഇവിടുത്തെ പ്രകൃതി സമ്പത്തായാലും ഇവിടുത്തെ എല്ലാത്തരം വിളവുകളും എല്ലാം കൊടുക്കുന്നത് ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി. ഭരണകൂടം തന്നെ കോർപ്പറേറ്റിസമായി മാറുന്ന ഒരു, ഇപ്പോൾ വ്യവസായ മേഖലയിലും സർവീസ് മേഖലയിലും സംഘടിത മേഖലയിൽ പൊതുവെ നോൺ അഗ്രികൾച്ചറൽ ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഫാമിലി ബിസിനസ് ഗ്രൂപ്പ്സാണ് ഇതിൻ്റെ കൺട്രോള്. അത് നേരത്തെ 1960കളിൽ അങ്ങനെ 20 ഫാമിലി ഗ്രൂപ്പാണ് ഈ പല ബിസിനസ്സുകളിലും നിക്ഷേപിച്ച് കൺട്രോൾ ചെയ്യുന്നത്. നിക്ഷേപം വളരെ കുറച്ചാണെങ്കിലും കൺട്രോളിങ് ഇൻട്രസ്റ്റ് അവരുടെ കയ്യിലായിരുന്നു. അതിനെതിരായിട്ടാണ് മൊണോപ്പൊളീസ് ആൻഡ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട് എന്ന് പറഞ്ഞ് ആൻറ്റി മൊണോപ്പൊളി നിയമം കൊണ്ടുവന്ന് അതിനെ റെസ്ട്രിക്റ്റ് ചെയ്ത് എക്കണോമിക് കോൺസെൻട്രേഷൻ പാടില്ല എന്ന് പറഞ്ഞു. അതെല്ലാം ഇപ്പോൾ വെള്ളം ചേർത്ത് വളരെ ദുർബലമായി കഴിഞ്ഞു. അപ്പോൾ വേറൊരു രണ്ടാം ജന്മമാണ് ഈ കോൺസെൻട്രേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് അതർ വെൽത്ത് എന്ന് പറയുന്ന. അതിൽ നല്ലൊരു ശതമാനം, മെജോറിറ്റി ഒരു 80% 20-30 ബിസിനസ് ഗ്രൂപ്പിൻ്റെ കയ്യിലാണ്. അതിൽ ഏറ്റവും ടോപ്പ് ബിസിനസ് ഗ്രൂപ്പ്സാണ് ഈ 3 അതിൽ അവർക്കാണ് കൂടുതൽ ഫേവറും ചെയ്യുന്നത്. ഇപ്പോൾ ടാറ്റയുടെ കാര്യത്തിൽ ചെറിയൊരു എക്സെപ്ഷൻ പറയാറുള്ളത്, അവരൊരു വ്യക്തി കേന്ദ്രീകൃത, ഒരു കുടുംബം കേന്ദ്രീകൃതമായിട്ടുള്ള ക്യാപിറ്റലിസ്റ്റ് അല്ല. അവരുടെ ക്യാപിറ്റലിസം ഫിലന്ത്രോഫിയിലാണ് ഉള്ളത്. കാരണം അവർക്ക് ഈ സക്സഷൻ്റെ കാര്യത്തിൽ അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് ഈ ടാറ്റ സൺസ് എന്ന് പറയുന്ന ഹോൾഡിംഗ് കമ്പനിയുണ്ട്. അപ്പോൾ അവർ നിക്ഷേപിച്ചിട്ടുള്ള എല്ലാ ടാറ്റ കമ്പനികളുടെയും ഡിവിഡൻഡ് ലാഭം വരുന്നത് ഈ ടാറ്റ സൺസിനാണ്. അതിൽ 80% അവർ മാറ്റിവെക്കുന്നത് ടാറ്റ ട്രസ്റ്റിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് തിരിച്ച് സമൂഹത്തിന് വരുന്നത് പല സ്ഥാപനങ്ങളായിട്ടും പലർക്കും വേണ്ട ഉദാരമായിട്ടുള്ള സംഭാവനകളായിട്ടും ഒക്കെയാണ്. സോ ആ ഒരു ക്യാപിറ്റലിസത്തിൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിലും അതൊരു നല്ല കാര്യമല്ലെങ്കിലും അതിൻ്റെ ബെനിഫിറ്റ് സമൂഹത്തിന് തിരിച്ചു കിട്ടുന്നു. മറ്റു രണ്ടും അങ്ങനെയല്ലല്ലോ. മറ്റത് പ്യുവർ ഫാമിലി ഓറിയൻറ്റഡ്, ഫാമിലി അപ്രോപ്രിയേഷൻ ആണ് അതിൻ്റെ. അതുകൊണ്ട് അവർക്ക് ഈ 5000 കോടി ചിലവാക്കി മകൻ്റെ വിവാഹം നടത്താം, അല്ലെങ്കിൽ മകന് മാത്രമായിട്ടൊരു ഫോറസ്റ്റ് ഉണ്ടാക്കി അതിൽ വന്യമൃഗങ്ങളെയൊക്കെ കൊണ്ടുവന്ന് കളിക്കാനായിട്ട്, അതിൽ നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ സന്ദർശിച്ച് അതിനെ ബ്ലെസ് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്രോണി ക്യാപിറ്റലിസം. അപ്പോൾ ഒരുതരം ഒരു പ്രത്യേകതരം സമ്മിശ്രമായിട്ടുള്ള ഒരു പാതയിൽ കൂടിയാണ് ഇന്ത്യയുടെ വികസനം. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞ മാതിരി പണ്ട് ലാറ്റിൻ അമേരിക്കയിൽ നേരത്തെ ഹൈ ഇനിക്വാളിറ്റി ആയിരുന്നു അത്. അപ്പോൾ അതിന് പല എക്കോണമിസ്റ്റും പറയാറുണ്ട്, അതിന് ലാറ്റിൻ അമേരിക്കനൈസേഷൻ ഓഫ് ദ എക്കോണമി എന്ന് പറയുന്നത്. നമ്മൾ കടന്നു പോകുന്ന പ്രതിഭാസം ലാറ്റിൻ അമേരിക്കനൈസേഷനാണ്. അതിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ എൻ്റെ വരാൻ പോകുന്ന പുസ്തകത്തിലും അതിനെക്കുറിച്ച് വിശകലനം ചെയ്തിട്ട് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്, ഏറ്റവും ടോപ്പായിട്ടുള്ള 1% ഇന്ത്യൻസ് അവരുടെ പെർ ക്യാപിറ്റ ഇൻകം ജർമ്മനിയുടെ പെർ ക്യാപിറ്റ ഇൻകമായിട്ട് താരതമ്യപ്പെടുത്താം. $52,000. ആദ്യത്തെ 10% അത് ഒരു മലേഷ്യൻ $8,000 ആ ഒരു ഇതിൽ പോവാം. ബാക്കിയുള്ളവരുടെ ഏറ്റവും താഴത്തുള്ള 50% പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ $780. അത് സബ് സഹാറൻ ആഫ്രിക്കയുടെ ആവറേജ് $1,500, അതിൻ്റെ പകുതിയാണ്. അപ്പോൾ പകുതിയോളം ഇന്ത്യൻ ജനങ്ങളുടെ പ്രതിശീർഷ വരുമാനം സബ് സഹാറൻ, ഏറ്റവും ദരിദ്രരായിട്ടുള്ള സബ് സഹാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സ്ഥിതിയുടെ പകുതിയാണ് എന്നുള്ളത്. സോ ഒരേ സമയത്ത് തന്നെ ഒരു ജർമ്മനിയും ഉണ്ട്, ഒരു മലേഷ്യയും ഉണ്ട് നമുക്ക്, പിന്നെ കുറേ ആഫ്രിക്കൻ രാജ്യങ്ങളെക്കാൾ പരിതാപകരമായിട്ടുള്ള ഒരു 3-in-1 എന്നുള്ള ഒരു ക്ലിയർ കട്ട് ഡിവിഷനുണ്ട്. അതിൽ രണ്ടാമത്തെ തരത്തിലുള്ള ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അർബൻ റൂറൽ ഡിവൈഡാണ്. ഇപ്പോൾ കൂടുതൽ അർബൻ ഓറിയൻറ്റഡ് ആണ് നമ്മുടെ എക്കണോമിക് പ്രവർത്തനങ്ങളെല്ലാം. സ്മാർട്ട് സിറ്റീസ്, പുതിയ എത്രയോ എയർപോർട്ടുകൾ കൂടി വന്നു, എയർ ട്രാവൽ വളരെ വികസിച്ചു, റെയിൽവേ സിസ്റ്റം
എല്ലാവർക്കും ഉപകാരപ്രദമാക്കുന്നതിനേക്കാൾ ഇപ്പോൾ ബുള്ളറ്റ് ട്രെയിനും സെമി ഹൈ സ്പീഡും, അപ്പോൾ ഇവിടുന്ന് കൊച്ചിക്ക് നേരത്തെ ഒരു 90 രൂപയ്ക്കും 200 രൂപയ്ക്കും ഒക്കെ പോയത് ഇപ്പോൾ 800 രൂപയും 1200 രൂപയൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. സോ യു ആർ പ്രൈസിങ് ഔട്ട് പീപ്പിൾ ആൻഡ് പ്രൈസിങ് ഇൻ പീപ്പിൾ ഹൂ ക്യാൻ അഫോർഡ് ടു പേ. സോ ദർ ഇസ് എ ക്ലിയർ കട്ട് ഡിവിഷൻ ബിറ്റ്വീൻ എ ഷൈനിങ് ഇന്ത്യ ആൻഡ് എ സഫറിങ് ഇന്ത്യ എന്നുള്ളതാണ്. അപ്പോൾ അത് കൂടുതലും അർബൻ ഓറിയൻറ്റഡ്. അതിൽ തന്നെ സോഷ്യോളജിക്കലായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ സഫറിങ് ഇന്ത്യയിലത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പിന്നെ ആദിവാസികളും ദളിതരും നല്ലൊരു ശതമാനം മുസ്ലിംസും പിന്നെ അതിന് കുറച്ച് ഇതായിട്ടുള്ള OBC-കാരുമാണെന്നുള്ളത്. നേരെ മറിച്ച് അർബൻ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഹിന്ദു അപ്പർ കാസ്റ്റ്, പാർസീസ്, ജെയിൻസ്, സിഖ്സ് അതുമാതിരിയുള്ള വിഭാഗങ്ങളും പിന്നെ ഒരു ധനികവൽക്കരിച്ച OBC മുസ്ലിം ചെറിയൊരു ശതമാനവും, അങ്ങനെ ഒരു ക്ലീവേജ് കൂടെ നമുക്ക് സോഷ്യൽ ക്ലീവേജ് ആസ് എ റിസൾട്ട് ഓഫ് എക്കണോമിക് ക്ലീവേജ് എന്ന് പറയാം. അങ്ങനെ ഒരു ഡിവൈഡഡ് എക്കോണമി സിൻഡ്രോം നമുക്കുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മാർഗം. മറ്റത് തന്നെത്താനെ ഇതിലോട്ട് വന്നോളും എന്നുള്ള ഒരു വിപണിയുടെ ഇല്ലാത്ത ലോജിക്കിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഈ നികുതി ഘടനയും വെൽത്ത് ടാക്സ് ഒന്നും ഇല്ലല്ലോ ഇവിടെ. അമേരിക്കയിലൊക്കെ വെൽത്ത് ടാക്സ് ഉണ്ട്. അപ്പോൾ അതൊരു ഈ ഒരു ഇനീക്വാലിറ്റിയെ കുറച്ചെങ്കിലും തടയിടാൻ പറ്റുന്നതാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇൻകം കൂടും. ഇപ്പം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ വെൽത്തിൻ്റെ സ്വത്തിൻ്റെ ഇത് നോക്കിയിട്ട് അവിടെ എത്ര ശതമാനം ടാക്സ് ആയിട്ട് കൊടുക്കണമെന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതേ കിട്ടുള്ളൂ. നമുക്കപ്പോൾ അങ്ങനെയില്ല, അത് എടുത്തു കളഞ്ഞു കുറേ കാലം മുമ്പ് തന്നെ. അപ്പോൾ ടാക്സേഷൻ സ്ട്രക്ചറും പ്രോഗ്രസീവ് ടാക്സേഷൻ അല്ല നമുക്കുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ഡിവിഷൻ ലോകക്രമത്തിൽ ഇന്നത്തെ നിയോ ലിബറൽ എക്കണോമിക്സിൻ്റെ ആധിപത്യം ഉള്ളിടത്തോളം കാലം ദിസ് വിൽ കണ്ടിന്യൂ.